ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരേ ഒരു വാക്ക് നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് എഴുതി സമർപ്പിച്ചു നോക്കൂ. അതും വെറും ഒരു പ്രാവശ്യം മാത്രം. എന്ത് ആഗ്രഹമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുകയും ആ പ്രശ്നം നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. അതെങ്ങനെ ചെയ്യണം, ഏത് ദിവസം ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് സ്കന്ദഷഷ്ഠി വ്രതം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ചേച്ചി വെളുത്തുള്ളി, സവോള, ഉപ്പ് ഇതൊന്നും കഴിക്കാൻ പാടില്ലേ? ചില വീഡിയോയിൽ ഞങ്ങൾ അങ്ങനെ കണ്ടു, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഒരു 6 വർഷമായിട്ട് സ്കന്ദഷഷ്ഠി വ്രതം എടുക്കുന്നൊരു വ്യക്തിയാണ്. അതായത് വർഷത്തിൽ 2 പ്രാവശ്യം 21 ദിവസം അടുപ്പിച്ചെടുക്കാറുണ്ട്. സ്കന്ദഷഷ്ഠി വരുമ്പം 48 ദിവസവും. ഞാൻ ഇന്ന് വരെ ഈ പറഞ്ഞ കാര്യം ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് ഇങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. അതായത് ഉള്ളി വെളുത്തുള്ളി ഉപേക്ഷിക്കണമെന്നും അതേപോലെ ഉപ്പ് ഉപേക്ഷിക്കണമെന്നുമുള്ള കാര്യം. നോൺ വെജ് ഒഴിച്ചുള്ള സാധാരണ എന്തൊരു ഭക്ഷണവും നമുക്ക് കഴിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതും ഭഗവാനെ വളരെയധികം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന, ഭഗവാന്റെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരിൽ നിന്ന് തന്നെയാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയതുകൊണ്ടും ഒരു 8 പേരിൽ കൂടുതൽ എനിക്ക് മെസ്സേജ് അയച്ച് ഈ ഒരു കാര്യം ചോദിച്ചതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. ഇനി മറ്റുള്ള ചാനലിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് ആ ഒരു രീതി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ ഈ ഒരു രീതി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഏകാദശി, നവരാത്രി പോലുള്ള വ്രതങ്ങളിലാണ് വെളുത്തുള്ളിയും അതേപോലെ തന്നെ സവോളയും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള വ്രതം ഞാൻ എടുക്കുന്നത്. അല്ലാത്ത പക്ഷം ഇന്ന് വരെ ഒരു വ്രതവും ഞാൻ വെളുത്തുള്ളി അതുപോലെ കുഞ്ഞുള്ളി, നമ്മുടെ സവോളയൊന്നും ഉപേക്ഷിച്ചെടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ഉപ്പ്. ഇത് നിങ്ങളുടെ താല്പര്യമാണ്. ഏത് രീതിയിൽ എടുക്കണമെന്ന് തീരുമാനിക്കാം. നമ്മൾ ഏത് രീതിയിൽ വ്രതം എടുത്താലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ശുദ്ധിയും ആ ഭക്തിയുടെ നിറവും മാത്രമേ ഭഗവാൻ, അത് മുരുക ഭഗവാനെന്നില്ല, ഏതൊരു ഈശ്വരനും നോക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന തരുന്നൊരു കാര്യം നിങ്ങളിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ, അതൊരു പ്രശ്നമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വാക്കെഴുതി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഹനുമാൻ ചാലിസയെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ ഒരു വാക്കെന്ന് പറയുന്നത് ഹനുമാൻ ചാലിസയിലെ ഒരു വാക്കാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ്. ഇത് നമുക്ക് ഏതൊരു ദിവസം വേണമെങ്കിലും ഹനുമാൻ സ്വാമിക്ക് മുൻപിൽ എഴുതി സമർപ്പിക്കാം. പക്ഷേ ചൊവ്വ, ശനി, മൂലം നക്ഷത്രം വരുന്ന ദിവസം ഇതിന് വളരെയധികം ശക്തി ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് സഡനായിട്ടൊരു പ്രശ്നം വരുമ്പോൾ നമ്മളിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ശനി, ചൊവ്വ, മൂലം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു വാക്ക് എഴുതി ഭഗവാന് സമർപ്പിക്കാം. ഇത് ഒരു വെറ്റിലയിൽ എഴുതി സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. പക്ഷേ നിർബന്ധമൊന്നുമില്ല. വെറ്റിലയിലാണ് എഴുതി സമർപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് ഫലം കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു പേപ്പർ മതിയാവും. ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ, അതായത് ഒരു വരി നമുക്കൊരു പേപ്പറിൽ എഴുതാൻ എത്രമാത്രം പേപ്പർ ആവശ്യം വരുമോ അത്രയും മതിയാവും. റെഡ് കളർ മാർക്കർ, സ്കെച്ച് പെൻ, പേന, ഇതിലെന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഈ ഒരു വാക്കെഴുതി ഭഗവാന് സമർപ്പിക്കാം. ഇനി ഇത് സമർപ്പിക്കുമ്പം ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ, വിഗ്രഹം ഇതെന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലായിരിക്കണം ഇത് സമർപ്പിക്കേണ്ടത്. സാധാരണ ഒരു ദീപം കൊളുത്തി വെച്ച് അതിന് മുൻപിൽ സമർപ്പിച്ചാൽ മതിയെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ല. എഴുതി സമർപ്പിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോട്ടോ, അല്ലെങ്കിൽ ഒരു വിഗ്രഹം, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ടെമ്പിൾ, ഇതിലേതെങ്കിലും ഒന്നുണ്ടായിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.
അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ ഫോട്ടോയോ അതേപോലെ തന്നെ അടുത്ത ക്ഷേത്രമോ ഒന്നുമില്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു വരി നിങ്ങൾ ഒരു നെയ് ദീപമോ അല്ലെങ്കിൽ ഒരു ജാസ്മിൻ ഓയിൽ ഒഴിച്ചിട്ടുള്ള ദീപമോ കൊളുത്തി വെച്ചിട്ട് അതിനു മുൻപിലിരുന്ന് 108 പ്രാവശ്യം ഈ ഒരു വാക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ രണ്ടിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ എന്നാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തിൽ രാവിലെയോ വൈകിട്ടോ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കുളിച്ച് ശുദ്ധമാകണം, തലയ്ക്ക് കുളിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്. ഇനി ഒരു രീതിയിലും തലയ്ക്ക് കുളിക്കാൻ പറ്റാത്തവർ ഒരല്പം വെള്ളത്തിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ടവൽ നന്നായിട്ട് നനച്ചിട്ട് നിങ്ങളുടെ തല നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ തല നനയണം. അത് നമ്മുടെ മുടി തുമ്പ് വരെ നല്ല രീതിയിൽ നനഞ്ഞിരിക്കണം. അത് അത്യാവശ്യമാണ്. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിലാണ് ഇത് കൊണ്ടുപോയി സമർപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ല വീട്ടിലുള്ള ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹത്തിനെയാണ് സമർപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ഫോട്ടോ മുൻപിൽ ദീപം കൊളുത്തി വെക്കാം. ഇപ്പം നിലവിളക്കുണ്ടെങ്കിൽ അത് മതിയാവും. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഏറ്റവും മുകളിൽ ശ്രീരാമജയം എന്ന് എഴുതുക. പേപ്പർ എടുത്തിട്ട് റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ പേനായോ ഉപയോഗിക്കണം. അതിന് താഴെയായിട്ട് നിങ്ങൾ ഈ ഒരു വാക്ക് ഞാൻ പറയുന്നുമുണ്ട്, ഇവിടെ എഴുതിയും കാണിക്കാം. തും രക്ഷ കാഹു കോ ഡർന. ഇതാണ് ആ ഒരു വാക്ക്. ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നീയാണ് എൻ്റെ രക്ഷകൻ, നീ എനിക്ക് അത് സാധിച്ചു തരും. ഇതാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ആ ഒരു ആഗ്രഹം, നമ്മളുടെ പ്രാർത്ഥന ഭഗവാൻ നമുക്ക് സാധിച്ചു തരുമെന്നുള്ളത്. അതിനുശേഷം അതിന് താഴെയായിട്ട് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അത് എഴുതിയിട്ട് അത് മടക്കി അത് ഭഗവാന്റെ ആ ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലിടുക. വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ വെക്കുക. ഇത് വെറ്റിലയിൽ എഴുതുമ്പോഴും സെയിം പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ റെഡ് കളറിലെ കുങ്കുമം ഉപയോഗിക്കാം. വെറ്റിലയിൽ എഴുതുമ്പോൾ ഇതേ മെത്തേഡ് തന്നെയാണ് വെറ്റിലയിൽ എഴുതുമ്പോഴും, മാറ്റങ്ങളൊന്നും തന്നെയില്ല. ക്ഷേത്രത്തിൽ നിങ്ങൾ വെറ്റില സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവച്ചാൽ മതി. അങ്ങനെ അല്ലെങ്കിൽ ചുരുട്ടി നിങ്ങൾക്ക് ആ ഒരു ഭണ്ഡാരപ്പെട്ടിയിലും ഇടാം. വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുക. വീട്ടിൽ ചെയ്യുമ്പം നിങ്ങൾ ഈ ഒരു പേപ്പർ എഴുതി സമർപ്പിച്ച് അല്ലെങ്കിൽ ഈ ഒരു വെറ്റില എഴുതി സമർപ്പിച്ചിട്ട്, വെറ്റിലയാണെന്നുണ്ടെങ്കിൽ ഇത് അന്ന് തന്നെ, ഇപ്പം രാവിലെ ചെയ്യുന്നെങ്കിൽ വൈകിട്ട് ഈ ഒരു വെറ്റില എടുത്ത് ഏതെങ്കിലും ഒരു ചെടി ചുവട്ടിൽ, അത് തുളസി ചെടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, തുളസി ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടണം. ഇനി വൈകിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഏതൊരു ദിവസവും വൈകിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അത് എടുത്ത് തുളസി ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടണം. പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് മടക്കി ആ ഫോട്ടോയുടെ പുറകിൽ ഡബിൾ സൈഡഡ് ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ കൊണ്ട് ഒട്ടിച്ച് വെക്കാം. അതല്ല വിഗ്രഹമാണെന്നുണ്ടെങ്കിലും വിഗ്രഹത്തിൻ്റെ അടിയിലും ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം. ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം ഇത് നിങ്ങൾക്ക് തുളസിച്ചോട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാം. വെറ്റില വീട്ടിൽ വെച്ച് നമ്മൾ വാട്ടരുത്. അതുകൊണ്ടാണ് ഞാനത് അന്ന് തന്നെ നമ്മൾ കുഴിച്ചിടണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, വീടിനടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമില്ല, വീട്ടിൽ ഫോട്ടോയൊന്നുമില്ലാത്തവർ ഇതേപോലെ തന്നെ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് ഭഗവാനൊരു ദീപം കൊളുത്തണം. മറ്റേത് നമുക്ക് നിലവിളക്ക് തന്നെ ധാരാളമാണ്, ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ. അതില്ലാത്തവർ ഭഗവാന് സ്പെഷ്യലായിട്ട് ഒരു നെയ് ദീപം അല്ലെങ്കിൽ ജാസ്മിൻ ഓയിൽ കൊണ്ടുള്ള ദീപം കൊളുത്തിയിട്ട് ആ ദീപത്തിന് മുൻപിൽ ആദ്യം തന്നെ ഇരുന്ന് എന്തെങ്കിലും ഒരു നിവേദ്യം, നിങ്ങൾക്ക് ബട്ടർ വെക്കാം, ഒരൊറ്റ ലഡു വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പഴമാണെങ്കിലും മതിയാകും. പക്ഷേ ഹനുമാന് കുറച്ചും കൂടെ പ്രിയമുള്ള വസ്തുക്കളാണ് ഈ ബട്ടർ, ലഡു, അതൊക്കെ. അപ്പോൾ അതൊക്കെ വെക്കാം. അതൊക്കെ വെച്ചിട്ട് 108 പ്രാവശ്യം ഈ ഒരു വരി നിങ്ങൾ ചൊല്ലണം. ഈ ഒരു വരി നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുള്ളവരുണ്ട്. ഇത് നമ്മൾ എഴുതി സമർപ്പിക്കുമ്പോൾ ഒരു ദിവസം ചെയ്താൽ മതിയാകും. പക്ഷേ ഇത് ചൊല്ലുകയാണെങ്കിൽ 1, 3, 5, 7, 9 അങ്ങനെ ഒറ്റ സംഖ്യയിൽ ദിവസങ്ങളെടുത്ത് ചൊല്ലിയാൽ
വളരെ നല്ലതായിരിക്കും. ഇനി ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിലും അങ്ങനെയാണെങ്കിലും മതി, വളരെ പെട്ടെന്ന് തന്നെ. അപ്പം ഇത് ചൊല്ലുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആദ്യം തന്നെ ശ്രീരാമജയം 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 എന്നൊരു 3-5 പ്രാവശ്യം പറഞ്ഞിട്ട് വേണം ഈ ഒരു വരി വാക്ക് നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് 108 പ്രാവശ്യം. അതിനുശേഷം നമ്മുടെ ആഗ്രഹം ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതിയാവും. ഇപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സും പുലവാലായ്മയുള്ളവരും ഒന്നും ഇത് ചെയ്യരുത്. ഇത് നോൺ വെജ് കഴിച്ചിട്ടും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്തിട്ട് നിങ്ങൾ നോൺ വെജ് കഴിച്ചോളൂ. അപ്പോൾ ഇത്രമാത്രം പവറുള്ള ഹനുമാൻ ചാലിസ തന്നെ വളരെ പവർഫുള്ളാണ്. അതിലെ ഒരു ലൈൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് തരും. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.